സ്വാഗതം ഇൻസൈറ്റിലേക്ക്. 2025 കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകൾക്ക് തുടക്കമിടുന്ന വർഷമാണ്. ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരും. ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കേരളം ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കെളിയോട്ടിലേക്ക് പോവുകയും ചെയ്യും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ കേരളം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ചൂടിലേക്ക് മാറുന്ന വർഷമാണ് 2025 എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുന്നതിൻ്റെ ഒരു ധ്വനി യഥാർത്ഥത്തിൽ കേട്ടുതുടങ്ങുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്ത് നിന്നാണ്. പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭാഗത്ത് 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് 2021 ശേഷം കുറച്ചു കാലത്തേക്ക് അദ്ദേഹം നിശബ്ദനായിരുന്നു. അദ്ദേഹം വീണ്ടും സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും സജീവമായി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അദ്ദേഹം ചില പരിപാടികളിൽ പങ്കെടുക്കുന്നു. ആ പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പോലും രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടുന്നു. അതുപോലെ കോൺഗ്രസ് നേതൃത്വം സുനിൽ കനഗോലുവിനെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. അവരുടെ പ്രാഥമികമായിട്ടുള്ള സർവേ ഉടൻ ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്നാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ശ്രീ MG രാധാകൃഷ്ണനാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഈ രമേശ് ചെന്നിത്തല SNDPയുടെ ഒരു SNDP യോഗത്തിൻ്റെ ഒരു പരിപാടിയുടെ ഉദ്ഘാടകനാവുന്നു. പിന്നീട് മന്നം ജയന്തിയിൽ മുഖ്യ പ്രഭാഷകനാവുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ബിരുദദാന ചടങ്ങിൽ അതിഥിയായി എത്തുന്നു. ആ ആതിഥ്യത്തിന് ശേഷം അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു സാമൂഹ്യ മാധ്യമം കുറിപ്പിടുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഒരു റീ എൻട്രി അത് കുറെക്കൂടെ ഭംഗിയായി നടത്തുന്നു എന്ന് തോന്നുന്നുണ്ടോ? രാജീവ്, ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ൽ ഇപ്പോൾ ഈ ഒരേ സമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് ഒരു 5 പേര് എങ്കിലും രംഗത്ത് വരുന്നത് കോൺഗ്രസിലോ UDF-ലോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. മുമ്പൊക്കെ കോൺഗ്രസിന്റെ ഒരു സമീപകാല ചരിത്രം അല്ലെങ്കിൽ കേരളപ്പിറവിക്ക് ശേഷമുള്ള ചരിത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ തവണയും കോൺഗ്രസിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത് എന്നുള്ള ഒരാളാണ് എപ്പോഴും അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത്. ആ ഒന്നാം സ്ഥാനക്കാരൻ അല്ലെങ്കിൽ രണ്ടാമതൊരാള് എന്നുള്ള ഒരു മട്ടിലായിരുന്നു ആദ്യം. പിന്നെ നമ്മളൊരു സമീപകാലത്ത് ഒരു 67 മുതൽ എടുക്കുകയാണെങ്കിൽ, കാരണം അതിനു മുമ്പുള്ളത് ഒരുപാട് കൺഫ്യൂഷനുണ്ട്. അപ്പൊ കരുണാകരന്റെയും ആന്റണിയുടെയൊക്കെ കാലം കരുണാകരനായിരുന്നു, ആന്റണി, പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലം വന്നു. ഇങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ ഇത് ആദ്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വാസ്തവത്തിൽ കോൺഗ്രസിന്റെ നേതൃനിരയുടെ ഒരു ദൗർബല്യം തന്നെയാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിവുള്ളവർ കുറെ അധികം പേരുണ്ട് എന്നുള്ളതൊരു സംഘടനയുടെ ശക്തിയാണെന്ന് പറയാമെങ്കിലും സംഘടനയുടെ ഒരു ഭൂരിപക്ഷവും സംഘടനയിലെ ഒരു വലിയ പങ്കിന്റെ എങ്കിലും പിന്തുണ അവകാശപ്പെടാൻ കഴിയുന്ന ഒരാൾ അല്ലെങ്കിൽ 2 പേർ എന്നുള്ളൊരു അവസ്ഥ കോൺഗ്രസിൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും സ്ഥാനവും കഴിവും എല്ലാം ഉണ്ടെങ്കിലും സംഘടനയിലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലോ അല്ലെങ്കിൽ UDF-ന്റെ വോട്ട് ബാങ്കിലോ വാസ്തവത്തിൽ എല്ലാവർക്കും ഏറെക്കുറെ എന്താ പറയുക, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള സ്വാധീനവും സാന്നിധ്യമേ ഉള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് ഈ 5 പേർ. അതൊരു ജനാധിപത്യപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. 4-5 പേരുണ്ടാവും, 4-5 സമർത്ഥരായിട്ടുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള അർഹരായവരുണ്ട് എന്നുള്ളത് ശരിയാണ്. രണ്ടാമത്തെ കാര്യം, അപ്പൊ അത് ഒരേ സമയത്ത് ഒരു തരത്തിലുള്ള ശക്തിയുമാണ്, ഒരു തരത്തിലുള്ള ദൗർബല്യവും. രണ്ടാമത് പറയുന്നത് രമേശ് ചെന്നിത്തല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ 5 പേരിൽ സീനിയോറിറ്റി, പാർട്ടിയിലെ സീനിയോറിറ്റിയുടെ കാര്യത്തിലായാലും പിന്നെ പല ഘടകങ്ങൾ എടുത്താലും ഏറ്റവും സാധ്യത ഉള്ള അല്ലെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾ രമേശ് ചെന്നിത്തലയാണ്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ സമീപകാലത്ത് അദ്ദേഹം രാഷ്ട്രീയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും തിരിച്ചടികളാണ് ഉണ്ടായത്. അദ്ദേഹം സംഘടനയിൽ നിന്ന് പിന്നെ അദ്ദേഹത്തിന്റെ നേതൃസ്ഥാനത്തൊന്നും മാറി, കോൺഗ്രസിന്റെ നേതൃസ്ഥാനങ്ങളിലൊന്നുമില്ല.
അദ്ദേഹത്തിന് ചില സംസ്ഥാനങ്ങളുടെ ചുമതല, അവിടെയും വലിയ ഇതൊന്നുമില്ല. മാത്രമല്ല ഏറെക്കുറെ നിഷ്പ്രഭനായി മാറിയ തരത്തിൽ രാഷ്ട്രീയത്തിലെ സജീവമായ രംഗത്ത് നിന്ന് ഏറെക്കുറെ മാറി നിന്ന ഒരു, അല്ലെങ്കിൽ ഏറെക്കുറെ പിന്നിലേക്ക് പോയ ഒരു സമയത്താണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ വളരെ ആസൂത്രിതമായിട്ടുള്ള രീതികളിലൂടെ അദ്ദേഹം സ്വയം സംഘടനയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അപ്പോൾ ഈ പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ സീനിയോറിറ്റിയുടെ കാര്യത്തിലായാലും വഹിച്ച സ്ഥാനങ്ങളുടെ കാര്യത്തിലും അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനങ്ങൾ ലഭ്യമായതാണെന്നതിന്റെ കാരണം അത് പലർക്കും അതിനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നുള്ളതാണ് കാരണം. പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ വലിയ പദങ്ങളെല്ലാം ലഭിച്ചിരിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ സ്ഥാനങ്ങൾ കിട്ടി അദ്ദേഹത്തിന്. യൂത്ത് കോൺഗ്രസിന്റെയും നാഷണൽ പ്രസിഡന്റും KSU അല്ലെങ്കിൽ NSU നാഷണൽ പ്രസിഡന്റും ഒക്കെ ആയിട്ട് തെക്കേ ഇന്ത്യയിൽ നിന്ന് മറ്റൊരാൾ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിന്നല്ല, മറ്റൊരാൾ തെക്കേ ഇന്ത്യയിൽ നിന്ന് രണ്ടും ഉണ്ടായിട്ടില്ല. പിന്നെ പറഞ്ഞ പോലെ മന്ത്രിപദം, AICC സെക്രട്ടറി പദം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കേരളത്തിലെ സംഘടനാ തലത്തിലായിട്ടും സ്ഥാനങ്ങളുടെ ഒരു ചരിത്രം എടുത്താലും മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും മുമ്പിൽ അദ്ദേഹത്തിന് ഇതുവരെ ലഭിക്കാതിരുന്ന ഏക പദവിയാണ് സംസ്ഥാന മുഖ്യമന്ത്രി പദവും കേന്ദ്രത്തിലുള്ള മന്ത്രിപദവും. അപ്പൊ മുഖ്യമന്ത്രി പദത്തിന് താൻ സർവ്വഥാ അർഹനാണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ പിന്നോക്കം പോയത് കൊണ്ട് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ റെക്കണിങ്ങിൽ, അദ്ദേഹത്തിന്റെ പരിഗണനയിൽ അദ്ദേഹം ഇല്ലാതായി മാറിയത് അദ്ദേഹം സ്വയം അതെല്ലാം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. മാത്രമല്ല വളരെ അത്ഭുതകരമായ, കേരള രാഷ്ട്രീയത്തിലും മറ്റും സാധാരണ പതിവില്ലാത്ത, കർണാടക കാലത്തും മറ്റും നടന്നിട്ടുണ്ടെങ്കിലും ഒരേ സമയത്ത് SNDPയും NSS ഈ രണ്ട്, NSS ഒരു കാര്യം പറഞ്ഞാൽ SNDP മറുപക്ഷം, SNDP പറയുന്നതിന്റെ മറുപക്ഷമാണ് NSS എന്നുള്ളത് നമുക്ക് എല്ലാ കാലം അറിയാം. അത് വളരെ നിസ്സാരമായ കാര്യങ്ങൾ മുതൽ വലിയ ഗഹനമായ കാര്യങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരേ സമയം അദ്ദേഹം ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെ മാത്രമല്ല രണ്ട് വലിയ പരസ്പര വൈരികളായ രണ്ട് നേതാക്കന്മാരുടെയും പ്രിയങ്കരനായിട്ട് മാറുന്നു. അതോടുകൂടി അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന്റെ വശത്തു നിന്നും അദ്ദേഹത്തിന് ഒരു പിന്തുണ ലഭിക്കുന്നു. അപ്പൊ ഇതിനു മുമ്പ് കാരണം മുസ്ലിം ലീഗിന്റെ പിന്തുണ ആർക്ക് എന്നുള്ളതാണ് UDFിലും കോൺഗ്രസിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും നിർണായകമാവുക എന്നുള്ളതിനെ പറ്റി സംശയമില്ല. മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് ആർക്കാണ് എന്ന് വെച്ചാൽ അവർക്ക് തന്നെയാണ് മുഖ്യമന്ത്രി പദം ലഭിക്കാനുള്ള സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെയുള്ള കണക്കിൽ വാസ്തവത്തിൽ രമേശ് ചെന്നിത്തല ഏതാണ്ട് മറ്റുള്ളവരെക്കാട്ടിലുമൊക്കെ ഒരു വലിയ പരിധി വരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു ആളുടെ മാത്രമേ ഉള്ളൂ ഉറപ്പില്ലാത്തത്, KC വേണുഗോപാൽ തന്നെ. KC വേണുഗോപാൽ ആവണം എന്ന് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുസ്ലിം ലീഗ് അതിന് വഴങ്ങി കൊടുക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ വാസ്തവത്തിൽ ഇപ്പോൾ നിലയ്ക്ക് ബഹുഘാതം മുന്നിലാണ് രമേശ് ചെന്നിത്തല. നമ്മളത് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 5 പേർ ഏതാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് എന്നുള്ളത്. ഇവരുടെ എല്ലാവരുടെയും സാധ്യതകൾ പരിഗണിക്കുമ്പോൾ ഈ ഘടകകക്ഷികളുമായിട്ട് കുറെ കൂടെ ഭേദപ്പെട്ട നിലയിലുള്ള ആശയവിനിമയം സാധ്യമാക്കാൻ കുറെ കൂടെ മെച്ചപ്പെട്ടൊരു ചോയ്സ് രമേശ് ചെന്നിത്തലയാണ് എന്ന് ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും. ആ ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ടോ? അതായിരിക്കും മുസ്ലിം ലീഗിന് കുറെ കൂടെ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടൊരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അദ്ദേഹം രക്ഷാധികാരിയായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ചടങ്ങിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതും വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേരിടുന്നു. അപ്പോൾ ഈ ഘടകകക്ഷികളുമായിട്ട് കുറെ കൂടെ എളുപ്പത്തിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന നേതാവ് എന്നൊരു പരിഗണന ലീഗ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്നുണ്ടാവുമോ? തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത തരത്തിലുള്ള ബന്ധം. കാരണം കരുണാകരന്റെ എന്താ പറയുന്നത് ഏറ്റവും പ്രാഭവ കാലത്ത് തന്നെ കരുണാകരന്റെ തൊട്ട് എന്താ പറയാ അതിന്റെ ഒരു കമാൻഡറായിട്ട് നിന്ന ആളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ കരുണാകരൻ കളിച്ച രീതികളെല്ലാം അറിയാം. കരുണാകരനും ലീഗും തമ്മിലുള്ള അല്ലെങ്കിൽ കരുണാകരൻ മറ്റു ഘടകകക്ഷികളുമായിട്ടുള്ള, അപ്പൊ അതിലെല്ലാം കൂടെ കടന്നു വന്ന് അതിലൂടെ എന്താ പറയാ പദം വന്ന ഒരു വ്യക്തിത്വവും നേതൃത്വവും രീതിയുമാണ് രമേശ് ചെന്നിത്തലയ്ക്ക്. മറ്റുള്ളവർക്ക് ആർക്കും അത് അവകാശപ്പെടാനാവില്ല. സതീശൻ വളരെ ജൂനിയറാണ്. മറ്റുള്ളവരുടെ കാര്യം മുരളീധരൻ ഈ പറഞ്ഞ പോലെ മറ്റ് സംഘടനകളിലോ അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ താരതമ്യേന ഏറ്റവും കുറവ് അംഗീകാരവും സമ്മതിയുള്ള ഒരു നേതാവാണ്. ശശി തരൂർ പൂർണ്ണമായിട്ടും ഒരു ഔട്ട്സൈഡറാണ് സംഘടനയിൽ ഉള്ളത്. അപ്പൊ ഇവിടെ പിന്നെ ഉള്ളത് വേണുഗോപാലാണ്. ഞാൻ പറഞ്ഞ പോലെ വേണുഗോപാലിന്റെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു നില എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിൽ നിന്നുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിന്റെ
ഈ ഫസ്റ്റ് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊഴിച്ചാൽ മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട റോൾ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളിടത്തോളം വേറെ ആർക്കും കഴിയില്ല. കാരണം അത് UDF-ന്റെ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് രമേശ് ചെന്നിത്തലയിലൂടെ കാണുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ മുസ്ലിം അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരുന്നുകൂടാ. പ്രത്യേകിച്ച് മുനമ്പം പോലെ ഒരു കാര്യത്തിൽ, വഖഫിന്റെ കാര്യത്തിൽ. അതിന് പുറമെ സമുദായങ്ങൾക്കുള്ളിൽ തന്നെ ഉള്ള ഒരു നേതാക്കൾക്കപ്പുറത്ത് സമുദായങ്ങൾക്കുള്ളിലും പ്രത്യേകിച്ച് അവരുടെ നേതൃത്വങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, പ്രത്യേകിച്ച് ക്രിസ്തീയ നേതാക്കൾ, അത് ഇസ്ലാം നേതാക്കൾക്ക് വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു ശത്രുത ഒന്നും ക്രിസ്തീയ വിഭാഗത്തോട് ഇല്ലെങ്കിലും ക്രിസ്തീയ സഭകളിൽ വളരെ ശക്തമായി തന്നെ ഒരു ഇസ്ലാം വിരോധം ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ വഖഫിന്റെ കാര്യത്തിലായാലും മറ്റും വഖഫിൽ എല്ലാവരും പറഞ്ഞ പോലെ ഇത് മുനമ്പത്ത് ആരെയും ഒഴിവാക്കില്ല എന്നൊക്കെ പറഞ്ഞാലും മുസ്ലിം സംഘടനകളുടെ ഒരു ഏറ്റവും വലിയ ശക്തമായ ഒരു വിഭാഗം തന്നെ വാസ്തവത്തിൽ വഖഫിന് ഭൂമിയുടെ കാര്യത്തിലും മറ്റും മറുപക്ഷത്താണ് നിൽക്കുന്നത്. അതായത് വഖഫ് ഭൂമി വഖഫിന് തന്നെ ആവണം എന്നുള്ള കാര്യത്തിൽ. അപ്പോ ഈ സതീശൻ ഈ സമീപകാലത്തെ കൂടുതൽ ഒരു ക്രിസ്തീയ സഭകൾക്കുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗങ്ങളിൽ വളരെ ശക്തമായിട്ട് അതുണ്ട്. പല സംഘടനകളുടെയും നേതാക്കൾ തന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ പൊതുവെ ഈ സതീശൻ ഒരു ക്രിസ്തീയ വിഭാഗങ്ങളുമായിട്ട് അടുക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു സ്പേസ്, മറുപക്ഷത്തുള്ള സ്പേസ് മുസ്ലിങ്ങൾക്ക് കൂടുതൽ താല്പര്യം വാസ്തവത്തിൽ രമേശ് ചെന്നിത്തലയുടെ മുസ്ലിം സംഘടന, ഇതൊന്നും ഞാൻ സമുദായത്തിന്റെ അപ്പുറത്ത് സംഘടനാ നേതൃത്വത്തിന്റെ കാര്യമാണ്. സമുദായങ്ങളുടെ താല്പര്യവും ഒരു പരിധിവരെ ഇതിനൊപ്പമായിരിക്കാം. അപ്പൊ അതും ഒരു കാരണമുണ്ട്. ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം, പിന്നെ താരതമ്യേന ദീർഘമായ പരിചയം, പിന്നെ കേരളത്തിൽ മറ്റുള്ളവരെക്കാട്ടിലും ഒക്കെ കൂടുതൽ നാള് ഈ രംഗത്തുള്ളതും കുറച്ചുകൂടെ സ്വാധീനമുള്ള ആള്, പിന്നെ ഈ പറഞ്ഞ പോലെ മൈനോറിറ്റിക്കുള്ളിൽ, ന്യൂനപക്ഷങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ സമവാക്യങ്ങളിൽ ഈ രണ്ട് നേതാക്കളും സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളിലുള്ള ഉണ്ടെന്ന് തോന്നുന്ന ഈ വ്യത്യാസങ്ങൾ, ഇത് രണ്ടുമായിരിക്കണം ലീഗിന്റെ സപ്പോർട്ട് എന്റെ സൂചന. ഉറപ്പായിട്ട് ഇപ്പോഴും പറയാൻ എനിക്ക് തോന്നുന്നില്ല, പക്ഷെ സൂചന ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് പറയുമ്പോൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് കെ മുരളീധരൻ ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പ് വന്നതിന് ശേഷം, സാമൂഹ്യ മാധ്യമ കുറിപ്പ് വന്നതിന് ശേഷം നടത്തിയൊരു പ്രതികരണം. ആരുടെയെങ്കിലും പ്രശംസ കൊണ്ട് കോൺഗ്രസ്സിൽ ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തില്ല എന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട്. ഞാനിത് ചോദിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുണ്ടായിരുന്ന അവിശ്വാസത്തിൻ്റെ അന്തരീക്ഷം പരമാവധി മുതലെടുക്കാൻ LDF ശ്രമിച്ചു എന്നുള്ളൊരു ആക്ഷേപം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ലീഗാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അമീർ എന്നൊക്കെ പറയുന്ന ഇക്വേഷൻസ്, ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി ഇക്വേഷനൊക്കെ അന്ന് വലിയ ചർച്ചാ വിഷയമാക്കിയിരുന്നു LDF. അപ്പോൾ ഇപ്പോൾ ലീഗ് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്നത് അതേ ഒരു സിറ്റുവേഷൻ വീണ്ടും കൊണ്ടുവരാൻ പാകത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചരണം വീണ്ടും ഉയർത്താൻ പാകത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ക്രിസ്തീയ സഭകൾ വാസ്തവത്തിൽ കുറച്ചു കാലമായിട്ട് നമുക്ക് പറഞ്ഞ പോലെ ഒരു ഇസ്ലാമോഫോബിയയുടെ വഴിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തവണ തന്നെ 2021 തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് 14 തെരഞ്ഞെടുപ്പും ഒക്കെ ആ സമയങ്ങളിൽ ക്രിസ്തീയ സഭാ നേതൃത്വം വളരെ ശക്തമായി തന്നെ ഈ കാര്യം കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസിന്റെ സ്വാഭാവികമായിട്ടും UDF വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാവുക, അതിൽ നിർണായകമായ സ്വാധീനം ഉണ്ടാവുക ലീഗിനായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. അപ്പോൾ അത് ഈ ക്രിസ്തീയ വിഭാഗങ്ങളിലെ ഒരു വലിയ വിഭാഗ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് ക്രിസ്തീയ മത നേതാക്കൾക്കും മറ്റും അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിന് വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന് കുറെയൊക്കെ വോട്ട് അത് കാരണം വരുന്നു. ഇപ്പോഴും പലരും പറയുന്നത് കേൾക്കാം. പക്ഷേ ക്രിസ്തീയ സഭ വിഭാഗങ്ങൾ മാത്രമല്ല, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന താരതമ്യേന അത് ശോഷിച്ചു വരികയാണ് ആ സപ്പോർട്ട് ഹിന്ദു വിഭാഗങ്ങളിലും. കാരണം പ്രത്യേകിച്ച് ഈ ഹിന്ദു വിഭാഗങ്ങളിലും ക്രിസ്തീയ വിഭാഗങ്ങളിലും ഒക്കെ ഇസ്ലാം വിരുദ്ധത വർദ്ധിച്ചു വരുന്ന സമയത്ത്
അത് കോൺഗ്രസിന്റെ ഉള്ളിലും കോൺഗ്രസിന്റെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഹിന്ദുപക്ഷത്തിലും ക്രിസ്തീയ വിഭാഗങ്ങളിലും ഒരുപോലെ അതിനോടൊരു വിയോജിപ്പ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാകും. അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് ഉറച്ചാൽ ഈ മറ്റു വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് കുറച്ചും കൂടി എളുപ്പമാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ പ്രശ്നമാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാവാം. അത് താരതമ്യേന ശക്തമാണ്, പ്രത്യേകിച്ചും ഈ കൊച്ചി തിരുവിതാംകൂർ മേഖലയിൽ. മലബാറിൽ ഒരുപക്ഷെ ലീഗിന്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. ആർക്ക് ഏത് കോൺഗ്രസ് നേതാവ് വന്നാലും അവരുടെ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ UDFന്റെ ഏറ്റവും വലിയ ദൗർബല്യം ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ക്രിസ്തീയ വിഭാഗങ്ങൾ വളരെ കാര്യമായ സാന്നിധ്യമുള്ള ജില്ലകളിൽ പോലും കോൺഗ്രസിനുണ്ടായ അല്ലെങ്കിൽ UDFനുണ്ടായ തിരിച്ചടി വളരെ പ്രധാനമാണ്. പത്തനംതിട്ട ജില്ല പോലൊരു സ്ഥലത്ത് ഒരു മണ്ഡലം പോലും UDFന് ഇല്ലാതെ പോയതും മറ്റും വാസ്തവത്തിൽ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരം അവസ്ഥയാണ്. അപ്പൊ ഇതുകൊണ്ട് ആർക്കാണ് ഫലം പ്രയോജനം ലഭിക്കുന്നത് എന്നുള്ളത് അല്പം സങ്കീർണമാണ് വിഷയം. റൈറ്റ്. അതുപോലെ വേറൊരു കാര്യം കൗതുകപൂർവ്വം ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ 2016 പ്രതിപക്ഷ നേതൃസ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത് പിൻവാങ്ങിയെന്ന ഉമ്മൻചാണ്ടി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ പതുക്കെ സജീവമാകാൻ ശ്രമിച്ചതിന് സമാനമായ രീതിയിലാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് കോൺഗ്രസിനും UDFനും ഗുണം ചെയ്യില്ല എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളുമുണ്ട്. ഈ രണ്ട് സംഗതികളും തമ്മിലൊരു താരതമ്യമുണ്ടോ സത്യത്തിൽ? അല്ല, വാസ്തവത്തിലുണ്ട്. കാരണം നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കളും UDFന്റെ നേതാക്കളും അവരുടെ എന്താ പറയാ, അവരുടെ നിലപാടുകൾ വിശദീകരിക്കാൻ വരുന്ന ചാനലിലും വരുന്നവരുടെയൊക്കെ വാസ്തവത്തിൽ അല്പം കാലഹരണപ്പെട്ട ആശയങ്ങളാണ്. ഒരു കാര്യം, ഒന്നാമത് ഇതൊക്കെ ഈ പഴയ പോലെ ഈ സാമുദായിക സംഘടനകളുടെ സഹായത്തോടെ, സാമുദായിക സംഘടനാ നേതൃത്വങ്ങളുടെ സഹായത്തോടെ കരുണാകരനും മറ്റും ചില തെരഞ്ഞെടുപ്പുകൾ വലിയ വിജയം വരിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് തുടർച്ചയായ പരാജയങ്ങൾ, തിരിച്ചടികൾ മാത്രമാണ് ഈ UDFന് ലഭിച്ചിരിക്കുന്നത്. കാരണം UDF വാസ്തവത്തിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പായിട്ടല്ല, 20 വർഷത്തോളമായിട്ട് വാസ്തവത്തിൽ UDF കേരളത്തിൽ ഒരു ദുർബലമായ വിക്കറ്റിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിനു മുമ്പ് കരുണാകരനും മറ്റും അല്ലെങ്കിൽ UDFന്റെ ആദ്യകാലത്ത് പരീക്ഷിച്ചിരുന്ന ഈ സാമുദായിക നേതാക്കളുമായിട്ടുള്ള ഈ ബന്ധങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ധാരണ ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് മാത്രമല്ല, അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാർ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണെന്നറിയാം. കാരണം 20 വർഷമായിട്ട് ഇവിടെ LDF ആധിപത്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലായാലും ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം UDFന്റെ ഈ പറഞ്ഞ 80കളോടെ 87 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞ പോലെ ഒരു ജാതിയുടെ സംഘടനകളുടെയും സഹായം ഇല്ലാതെ തന്നെ LDF വലിയ വിജയമൊക്കെ കൈവരിച്ചത്. അന്ന് മുതൽ വാസ്തവത്തിൽ കൂടുതൽ പിന്നെയുള്ള തെരഞ്ഞെടുപ്പ് പരാജയത്തിലൊക്കെ വളരെ അസാധാരണമായിട്ടുള്ള ചില സംഭവങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ LDF പരാജയപ്പെട്ടത്. അതുകൊണ്ട് ഈ സാമുദായിക സംഘടനകളുടെ സഹായം എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ഒരു ഗ്യാരണ്ടി അല്ലാതായി മാറിയ ചരിത്രമാണ് കഴിഞ്ഞ 10-30 വർഷമായിട്ട് കേരളത്തിൽ കാണുന്നത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഒന്നാം സ്ഥാനത്തുണ്ടെങ്കിലും UDFന് അതൊരു വലിയ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് മാത്രമല്ല, അതിന് നേരെ തിരിച്ചായിരിക്കാൻ ചിലപ്പോൾ ഫലം മൂലമുണ്ട്. കാരണം ആ കാലം കഴിഞ്ഞ് കേരളം പോയിരിക്കുന്നു. ഈ സാമുദായിക സംഘടനകളുടെ സപ്പോർട്ടോടുകൂടി ജയിക്കാം എന്നുള്ള ആ കാലം അത് മുഴുവൻ കാലഹരണപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റൊരു കാര്യം, ഈ പഴയ പോലെയുള്ള ഫോർമുലകളും, അതായത് ഇപ്പൊ ഈ സർക്കാരിന് ഒരുപാട് മോശമായ കാര്യങ്ങളുണ്ടെങ്കിലും ഒരുപക്ഷെ ജനം ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നിരന്തരം ആവർത്തിച്ചത് കൊണ്ട് മാത്രം അവർക്ക് UDFന് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു കാലം പോലും പോയിരിക്കുന്നു. പുതിയ കേരളം അല്ലെങ്കിൽ പുതിയ കേരളത്തിലെ തലമുറ കേരളത്തിന് പുതിയ വികസന സാധ്യതകൾ, കേരളത്തിന്റെ പുതിയ വഴികളുടെ ആശയങ്ങൾ എന്താണ് ഇവരുടെ മുമ്പിലുള്ളത്, എന്തൊരു വികസന പദ്ധതിയാണ്. അതിനു പകരം കഴിഞ്ഞ തവണ ഇപ്പൊ 2016 കഴിഞ്ഞിപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ നിരന്തരം രമേശ് ചെന്നിത്തല ഈ അഴിമതി ആരോപണങ്ങളും കുഴപ്പങ്ങളും അപകടങ്ങളും ഒക്കെ അങ്ങനെ മൊത്തത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇത്. പക്ഷെ കേരളം ഉറ്റുനോക്കുന്നത്, കേരളത്തിന്റെ പുതിയ കേരളം അല്ലെങ്കിൽ പുതിയ കേരളത്തിന്റെ പുതിയ തലമുറ ഉറ്റുനോക്കുന്നത് തങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ, തങ്ങൾക്ക് തൊഴിലുണ്ടാക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ മറ്റു സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ ഇവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, പദ്ധതി ഉണ്ടോ?
ഇല്ല എന്ന് മറ്റവർക്കുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷത്തിനോ LDF-ന് ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതില്ലെങ്കിൽ ഈ പുതിയ ഒരു കാലത്തിന്റെ ഒരു താല്പര്യം അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് വരാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നേയില്ല. അവിടെയാണ് ഒരുപക്ഷെ ഈ സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയായിട്ട് മുമ്പിൽ വന്നാൽ പോലും അത് UDF-നെ സഹായിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബലമായ സംശയം. ആ കാലഹരണപ്പെട്ട സ്ട്രാറ്റജിയും കാലഹരണപ്പെട്ട സാമുദായിക ഐക്യമുന്നണിയും ഒക്കെ വാസ്തവത്തിൽ ഇനിയും ഫലിക്കണം എന്നില്ല. റൈറ്റ്. അവിടെ ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം. സുനിൽ കനകോലുവിനെ പോലുള്ള ഒരു സ്ട്രാറ്റജിസ്റ്റിൻ്റെ എൻട്രി ഒരു തവണ ശ്രമിച്ചിട്ട് അദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ കാലുകുത്താൻ അനുവദിക്കാതെ തിരിച്ചയച്ചതാണ്. ഇപ്പോൾ വീണ്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങൾ മെനയാൻ സുനിൽ കനകോലു വരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ സർവേ ഉടൻ ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് ഇപ്പോൾ ഈ സമുദായ നേതാക്കളെയൊക്കെ കണ്ട് സ്വന്തം സാന്നിധ്യവും സ്വാധീനവും വർദ്ധിപ്പിച്ച് മുൻപന്തിയിലേക്ക് നേതാക്കൾ എത്തുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഈ എൻട്രി ഏത് വിധത്തിലായിരിക്കും കോൺഗ്രസിനെ മാറ്റാൻ സാധ്യതയുള്ളത്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് രാഷ്ട്രീയത്തിലേക്ക്, വികസനോന്മുഖ രാഷ്ട്രീയത്തിലേക്ക് പുതിയ സ്ട്രാറ്റജിയിലൂടെ മുമ്പോട്ട് വരാനൊക്കെ അത് സഹായിക്കുമോ? അത് കഴിഞ്ഞ തവണത്തെ പോലെ അദ്ദേഹത്തിൻ്റെ എൻട്രിയെ തടയാൻ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇത്തവണയും തയ്യാറാകുമോ? കനകോലുവിന്റെ പറഞ്ഞ പോലെ പറഞ്ഞൊക്കെയായിരുന്നു ഒരു പരിധി വരെ ചിലപ്പോൾ ഒരുപക്ഷെ, കാരണം ഇത്രയധികം കാലഹരണപ്പെട്ട രീതികളിലേക്കാണ് UDF LDF-ഉം പോയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ആരെങ്കിലും ഒന്ന് ജയിച്ചേ തീരുന്നുള്ളതുകൊണ്ട് ആരെങ്കിലും ജയിച്ചേക്കാം. പക്ഷേ LDF-നെ മറികടക്കാനുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു തന്ത്രം മെനയണമെങ്കിൽ പറഞ്ഞ പോലെ ഇതുവരെ ഇല്ലാത്ത ചില പുതിയ രീതികൾ കൂടെ കേരളത്തിന് ഒരു പുതിയ പ്രതീക്ഷ, ഒരു പുതിയ ഭാവി ഭാഗധേയം ഞങ്ങൾക്ക് രൂപപ്പെടുത്താനാകും എന്നുള്ള രീതിയിൽ ഒരു ആശയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ കേരളത്തിൽ അതുകൊണ്ട് വലിയ ഫലം ഉണ്ടാവുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ കനകോലും ഒരു പുറത്തുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ള ചില ഇതുപോലത്തെ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു മനുഷ്യന് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കാനാകും. അങ്ങനെ വെക്കുകയാണെങ്കിൽ, അത് അംഗീകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞുകൂടായികയൊന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ സാമുദായിക സംഘടനകളുടെ അമിതമായിട്ടുള്ള ഈ അവരുടെ ഭാഷ പറഞ്ഞ തിണ്ണതിരങ്ങാൻ പോകുമ്പോഴുള്ള പ്രശ്നം, സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെ സ്വാധീനം ഒരു 10 വർഷം മുമ്പുള്ള സ്വാധീനം പോലും ഇപ്പോഴില്ല. കാരണം BJP-യുടെ വളർച്ചയാണ്. അത് ഞാൻ പറഞ്ഞ ഹിന്ദു സാമുദായിക സംഘടനകളുടെ കാര്യത്തിലാണ്. അവിടെ NSS-ലായാലും, പ്രത്യേകിച്ച് NSS-ലും ഈ സമീപകാലത്ത് നമ്മൾ കണ്ട പോലെ SNDP വിഭാഗത്തിലും, അതായത് നായർ വിഭാഗത്തിലും ഈഴവ വിഭാഗത്തിലും ഒരുപക്ഷെ ഈ BJP കടന്നു കയറിയിരിക്കുന്ന അല്ലെങ്കിൽ കൈവരിച്ചിരിക്കുന്ന ഒരു വലിയ സ്വാധീനം, ഇപ്പൊ NSS-ന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞ നേതാക്കളോ അല്ലെങ്കിൽ NSS സംഘടന എന്ന നിലയ്ക്ക് BJP അകറ്റി നിർത്തിയാലും ഈ സമുദായം ഏതാണ്ട് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു 90% ഇന്ന് BJP-യുടെ കൈകളിലാണ്. നമുക്ക് പിന്നെ എവിടെ നോക്കിയാലും കാണാവുന്ന ഒരു കാര്യമാണ്. കരയോഗങ്ങളായാലും മറ്റു ബന്ധങ്ങളായാലും മറ്റേ ശബരിമല സമരമായാലും എവിടെ നോക്കിയാലും ഇവരുടെ സ്വാധീനം, ഈ ഹൈന്ദവ വർഗീയത അത്രയധികം പിടിമുറുക്കിയിരിക്കുന്ന ഒരു സമുദായമാണ് നായർ സമുദായം. ഈഴവ സമുദായത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ പരിധിവരെ അത് ആയി കഴിഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ച് അവിടുത്തെ സമ്പന്ന വിഭാഗങ്ങളുടെ ഇടയിലും ഒരു മിഡിൽ ക്ലാസിന്റെ ഇടയിലും. അപ്പൊ ഇങ്ങനെ ഇവര് ഈ സ്വാധീനത്തിനെ മറികടക്കാൻ വാസ്തവത്തിൽ ഇന്നിപ്പോ സുകുമാരൻ നായരോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോ ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന്റെ പകുതിയെങ്കിലും അത് BJP-യുടെ ഒപ്പമാണ് തന്നെ. അപ്പൊ ഇങ്ങനെ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഇതിനൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായി വരാൻ പോകുന്ന ഈ രമേശ് ചെന്നിത്തലയുടെയും സതീഷിന്റെയും തമ്മിലുള്ള ഒരു മത്സരം അത്ര രൂക്ഷമാവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് KC വേണുഗോപാലന്റെ ആവിർഭാവമായിരിക്കും എന്നുള്ളതിനെ പറ്റി സംശയമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ വികസന പരിപ്രേക്ഷ്യം അവതരിപ്പിക്കാൻ, ഒരു പുതിയ വികസന അജണ്ട രൂപീകരിച്ചൊക്കെ മുന്നോട്ട് പോകാനുള്ള പ്ലാനുകളാണ് ഒരുപക്ഷെ ശശി തരൂരിന്റെ പേര് എപ്പോഴേക്കും കടന്നു വന്നുകൂടാ. ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഒരുപക്ഷെ ഈ കേരളത്തിന്റെ ഭാവിയെ പറ്റി ഒരു പുതിയ പ്ലാനൊക്കെ ആയിട്ട്, ഒരു പോസിറ്റീവ് പ്ലാനുമായിട്ട് ശശി തരൂർ മുന്നോട്ട് വരികയാണെങ്കിൽ വാസ്തവത്തിൽ ചിലപ്പോൾ പുതിയ കേരളം അതിനെയായിരിക്കും അംഗീകരിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരെയും മുമ്പിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇവര് തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ, നേരത്തെ പറഞ്ഞ മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നത പരിഹരിക്കാനും ഒരുപക്ഷെ KC വേണുഗോപാലിനെ ക്ഷണിച്ചു കൊണ്ടുവന്നുകൂടായികയില്ല. ഇതൊക്കെ നമ്മൾക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്ന കാര്യങ്ങൾ. റൈറ്റ്. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. എന്തൊക്കെ നീക്കങ്ങൾ, എന്തൊക്കെ
അത്ഭുതങ്ങൾ, എന്തൊക്കെ ആശ്ചര്യജനകമായ ചുവടുവെപ്പുകൾ, ഇതൊക്കെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷത്തേക്കാൾ കൂടുതൽ ആളുകളിപ്പോൾ ഈ നീക്കങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു പക്ഷേ പ്രതിപക്ഷത്തായിരിക്കാം. അത് ഒരു ഭരണത്തുടർച്ച 2021 ഭരണത്തുടർച്ച 10 വർഷം ഒരു മുന്നണി ഭരണം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായുള്ള ഒരു വിരുദ്ധ വികാരത്തിൻ്റെ കൂടെ ബാക്കിയായിരിക്കാം ആളുകൾ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് കരുതണം. എന്തായാലും കാത്തിരിക്കാം നമുക്ക് എങ്ങനെയായിരിക്കും ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളത്. ഇപ്പുറത്ത് CPM ആകട്ടെ അവരുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അജണ്ടയിലേക്ക് കിടക്കുക. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് കൃത്യമായ ചിട്ടയോടെ പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുണ്ട്, സിസ്റ്റം അവിടെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അത് ചലിപ്പിക്കുക എന്നുള്ള പണി മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ എളുപ്പത്തിലായിരിക്കും. എന്തായാലും കാത്തിരിക്കാം. 2025 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വർഷമായി മാറും. വളരെയധികം നന്ദി സർ, ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.